അപ്പൊ അവിടെ നിന്നിട്ട് ഞാനിങ്ങനെ ഗുരുവായൂരപ്പനോട് അടുപ്പം കൊണ്ട് ഞാൻ ഒറ്റ കാര്യമേ ചോദിച്ചുള്ളൂ, എങ്ങനെ ഉണ്ടായിരുന്നുടോ? അങ്ങനെയൊക്കെ ചോദിക്കാമോന്ന് എനിക്കറിയില്ല. സപതി സഖി ഭജേ നിശമ്യ മധ്യേ രഥം നിവേശ്യ സ്ഥിതപതി പാർത്ഥ സഖേ രഥർമ്മമാസ്തു. ഭഗവാനോട് നമുക്കെപ്പോഴും എന്താ പറയാന്ന് എനിക്ക് അദ്ദേഹം സജീവമായിട്ടാണ്. ഞാൻ അഹങ്കാരം പറയല്ല കേട്ടോ. ഹേ കൃഷ്ണ, ഹേ യാദവ, ഹേ സഖേതി, ഒരു കൂട്ടുകാരനായിട്ടാണ്. അതുണ്ടല്ലോ, ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം. ആ കൂട്ടുകാരനായിട്ട് കാണാന്നുള്ള ഭാവത്തില് ഞാനിങ്ങനെ ചോദിച്ചു, എങ്ങനെ ഉണ്ടായിരുന്നുടോ എന്ന് മനസ്സിലാ ചോദിക്കണേ കേട്ടോ. ആ ചോദ്യം ചോദിച്ചു പെട്ടെന്ന്. എല്ലാവർക്കും നമസ്കാരം. ആചാര്യ ഹരിദാസാണ്, ഗുരുവായൂർ ദേവസ്വം മാനേജർ. നമ്മൾ വീണ്ടും ഗുരുവായൂരപ്പനുമായിട്ട് ചേർന്ന് ജീവിച്ചതിലെ ഒരുപാട് ആനന്ദകരങ്ങളായിരിക്കുന്ന അനുഭവങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം എന്ന് വിചാരിക്കുകയാണ്. ഇതിൽ സ്വാഭാവികമായിട്ട് എൻ്റെ പ്രഭാഷണങ്ങൾ കേട്ടവരും എന്നെ പരിചയമുള്ളവരും പലരും ഉണ്ടാവാം ഇത് കാണുന്നതിൽ. അപ്പോൾ ചില സംശയങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. കാരണം വേദാന്തത്തിൽ ഏകം സത് പ്രേംണ ബഹുധാ വിഭാതി എന്നാണ്. സത്യം ഗുരുവായൂരപ്പനെന്നും ഭഗവാനെന്നും പരബ്രഹ്മമെന്നും സെന്നെന്നും താവോന്നും അങ്ങനെ എന്തു വേണമെങ്കിൽ നമുക്ക് വിളിക്കാവുന്ന ആ ബോധസ്വരൂപം ഏകമാണ്. അതിനിടയിൽ നമുക്ക് തോന്നുന്ന ഫാൻറ്റസികളാണ് ഈ അനുഭവങ്ങൾ അല്ലെങ്കിൽ ദൃശ്യങ്ങൾ എന്നൊക്കെ നമുക്ക് തോന്നാം. അത് അങ്ങനെ ചിന്തിക്കുമ്പോൾ ഭക്തന്മാർക്ക് ചിലരെല്ലാം പറയും നമ്മുടെ ഒരു മെൻ്റൽ ഹലൂസിനേഷനാണ് അല്ലെങ്കിൽ മെൻ്റൽ പ്രൊജക്ഷനാണ് പല അനുഭവങ്ങളും എന്നുള്ളത്. അപ്പം അത് വേദാന്ത ദൃഷ്ടി അല്ലെങ്കിൽ ഫിലോസഫിക്കലായിട്ട് പറയുമ്പോൾ എല്ലാം ദൃശ്യങ്ങളും മനസ്സ് പ്രവർത്തിക്കുമ്പോഴേ മനുഷ്യന് അനുഭവമുള്ളൂ. മനസ്സ് പ്രവർത്തിക്കാത്ത ഗാഠനിദ്രയിൽ നമുക്ക് പ്രപഞ്ചാനുഭവം ആവണില്ല, സ്വപ്നം പോലും അനുഭവമാവണില്ല. അപ്പൊ വേദാന്ത ദൃഷ്ടിയ നമുക്കുള്ള ദൃശ്യങ്ങൾ സകാരം അനുദം വിദ്ധി നിരാകാരം തു നിശ്ചലം ഏതത് തത്വോപദേശേന ന പുനർഭവ സംഭവ എന്നാണ് പ്രമാണം. രൂപമുള്ളതെല്ലാം അസത്യമാണ്, നിരാകാരമായ ബോധമാണ് സത്യം. അത് യാതൊരു സംശയമില്ല. പാരമാർത്ഥിക സത്യം അത് തന്നെയാണ്. അപ്പൊ പിന്നെ ഇവിടെ പറയുന്ന ഈ കൊച്ചു അനുഭവങ്ങളോ അത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന കഥകളാണോ? എന്നാൽ അങ്ങനെയല്ല. നമുക്ക് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന അനുഭവങ്ങൾ പോലെ തന്നെ ആ ദൃശ്യങ്ങൾക്ക് അപ്പുറത്തും ഇപ്പുറത്തും ചില അനുഭവമുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പൊ നമ്മൾ സാധാരണ വെളിച്ചത്തിൽ, പകൽ വെളിച്ചത്തിലോ അല്ലെങ്കിൽ രാത്രി മറ്റു വൈദ്യുത ബൾബുകളുടെ പ്രകാശത്തിലോ നമുക്ക് പരസ്പരം കാണാൻ പറ്റുന്നുണ്ട്. പെട്ടെന്ന് എല്ലാ കറണ്ടും പോയി, പവർ കട്ടായി, നമുക്ക് ഇൻവെർട്ടറും പ്രവർത്തിക്കണില്ല, അമാവാസി രാത്രി നമുക്കൊന്നും കാണാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ മുറ്റത്തൂടെ ഒരു എലി ഓടിപ്പോവാണെങ്കിൽ ഒരു മൂങ്ങ അത് കാണണ്ട്. അപ്പൊ അവിടെ വെളിച്ചുണ്ട്, ഇന്റൻസിറ്റി കുറവായിരിക്കുന്നു മാത്രം. കടലിന്റെ അടിത്തട്ടില് ഇതിലും തിക്ക് ഡാർക്ക്നെസ് ആണ്. അവിടെ മത്സ്യങ്ങൾ കാണുന്നുണ്ട്, പക്ഷെ വെളിച്ചത്തിന്റെ ഇന്റൻസിറ്റി കുറവാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ജീവിക്കുന്ന വെളിച്ചത്തിന്റെ ഹൊറൈസൺ അല്ലെങ്കിൽ വെളിച്ചത്തിന്റെ ചക്രവാളം അല്ലെങ്കിൽ ആ അവസ്ഥ, ആ ചക്രവാളത്തിൽ അല്ലെങ്കിൽ ആ ഹൊറൈസണിൽ താഴെ വെളിച്ചം കുറഞ്ഞ മേഖലകളുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് യുക്തി കൊണ്ട് ചിന്തിച്ചാൽ പോരെ, നമ്മൾ ജീവിക്കുന്ന വെളിച്ചത്തിന്റെ മണ്ഡലത്തിനേക്കാൾ താഴെ പ്രകാശത്തിന്റെ മറ്റു മണ്ഡലങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ജീവിക്കുന്ന പ്രകാശമണ്ഡലത്തിന്റെ മുകളിൽ
മണ്ഡലങ്ങൾ ഉണ്ടാവില്ലേ? ഉണ്ടായിക്കൂടെ? ഉണ്ടെന്നാണ് ഋഷീശ്വരന്മാർ പറഞ്ഞിട്ടുള്ളത്, തപസ്വികൾ പറഞ്ഞിട്ടുള്ളത്, ഭക്തന്മാർ പറഞ്ഞിട്ടുള്ളത്. നമ്മളും ആ വഴി നടന്നാൽ മാത്രമേ ശരിയോ തെറ്റോ എന്ന്. പണ്ട് ബാക്ടീരിയയും വൈറസും ഉണ്ടെന്നൊന്നും ലോകം വിശ്വസിച്ചിരുന്നില്ല. അത്രയ്ക്ക് സൂക്ഷ്മജീവികളുണ്ട്, അവർ നമുക്ക് അസുഖങ്ങൾ വരുത്തും, വൈറൽ ഫീവർ വരുത്തുന്ന വൈറസ് ആണെന്നൊന്നും പണ്ട് വിശ്വസിച്ചിരുന്നില്ല. പിന്നീട് സൂക്ഷ്മദർശിനി കൊണ്ട് നോക്കിക്കഴിഞ്ഞപ്പോൾ വൈറസുകളുണ്ട്. അപ്പൊ സൂക്ഷ്മദർശിത്വം, ദൃഷ്ടിം ജ്ഞാനമയം കൃത്വ പശ്യേത ബ്രഹ്മമയം ജഗത്. ദൃഷ്ടിയെ ജ്ഞാനമയമാക്കി കഴിഞ്ഞാൽ പ്രപഞ്ചത്തിനെ ബ്രഹ്മമായിട്ട് കാണാൻ കഴിയും. അതുപോലെ നമുക്ക് ധ്യാനം കൊണ്ട് ഏകാഗ്രമാകുന്ന ദൃഷ്ടികൾക്ക്, സൂക്ഷ്മദർശികൾക്ക് സൂക്ഷ്മദർശിനിയെ പോലെ ഈ പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങൾ പലതും അനാവരണം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് നമുക്ക് ഈശ്വരാനുഗ്രഹേണ പുംസ അദ്വൈത വാസന, ഈശ്വരാനുഗ്രഹം കൊണ്ടാണ് നമുക്ക് ഈശ്വരനെ കുറിച്ചുള്ള അദ്വൈത സ്വരൂപിയായിരിക്കുന്ന ഈശ്വരന്റെ ഉള്ള താല്പര്യം ഉണ്ടാവുന്നത്. അങ്ങനെ താല്പര്യമുള്ളവർക്ക് പല അനുഭവം ഉണ്ടാവും. അപ്പൊ അതിലൊരു അനുഭവം ഗുരുവായൂർ അമ്പലത്തില് ഗുരുവായൂരപ്പനോടൊപ്പം ചേർന്നുണ്ടായ ഒരു അനുഭവം പറയാം. അന്ന് ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ ഗുരുസ്വാമി ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹം കുറച്ച് ആധ്യാത്മികമായിട്ടൊക്കെ താല്പര്യമുള്ള അദ്ദേഹം ആളങ്ങനെ പറഞ്ഞു, നമുക്ക് 2 ഉത്സവത്തിനായിട്ട് 18 പുരാണങ്ങൾ പറയാം. അപ്പോൾ ഞാനും പറഞ്ഞു നല്ല കാര്യമാണ്, നമുക്ക് 18 പ്രഭാഷകന്മാരെ വിളിച്ചിട്ട്, കാരണം ഒന്നാമത്തെ ഉത്സവത്തിൻ്റെ അന്ത ഒഴിവാക്കി ബാക്കിയുള്ള ആ ദിവസങ്ങൾ 9, 9, 18 പറയാം. അങ്ങനെ 18 പുരാണങ്ങൾ നിശ്ചയിച്ചു. അപ്പോൾ മറ്റോരോരുത്തരോടും അഭിപ്രായം ചോദിച്ചു. പുറമേ നിന്നുള്ള വരുന്ന അതിഥികളായ പ്രഭാഷകന്മാരോട് ചോദിച്ചപ്പോൾ ഓരോരുത്തരും ഓരോ പുരാണങ്ങളാണ് പറഞ്ഞത്, വിഷ്ണു പുരാണം, ബ്രഹ്മപുരാണം, അങ്ങനെയൊക്കെ. അവസാനം എനിക്ക് കിട്ടിയത് മത്സ്യപുരാണമാണ്. ദൈവാധീനം കൊണ്ട് ഞാൻ അക്കാഡമിക്കായിട്ട് പഠിച്ചത് വേദാന്തമാണ്. ഗുരുവായൂരപ്പൻ പഠിപ്പിച്ചതാണ് ഈ നാരായണീയവും ഭാഗവതവും ഒക്കെ. പ്രധാനമായിട്ട് പഠിച്ചത് വേദാന്തവും പിന്നെ മറ്റു മതങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങളാണ് പഠിച്ചത്. അപ്പോൾ ഒരാളുടെ ജീവിതത്തിൽ എത്രത്തോളം പഠിച്ചാൽ ഒരു ജന്മം കൊണ്ട് ഇത്രയും നമുക്ക് എത്തിച്ചേരാൻ പറ്റുള്ളൂ. ആ ചക്ഷുശ്രുണവാദാത നാനാശാസ്ത്രാണ്യനേകശ തഥാപിന തപസ്വാസ്ഥ്യം സർവവിസ്മരണാധൃതേന. എത്ര വേണമെങ്കിൽ പഠിച്ചാലും കേട്ടാലും തീരില്ല, സ്വസ്ഥത ഉണ്ടാവില്ല. അപ്പോൾ ഈ മത്സ്യപുരാണം എനിക്കറിയില്ല, എന്താ ചെയ്യുക. ഈ മത്സ്യപുരാണം ഞാൻ എൻ്റെ സുഹൃത്തുക്കളായ ആചാര്യന്മാരോടൊക്കെ ചോദിച്ചു നോക്കി. ദൈവാധീനം കൊണ്ട് അവരുടെ കയ്യിലും ഇല്ല മത്സ്യപുരാണം. എന്താ അവിടെ ഒരു പ്രഭാഷണം ചെയ്യുമ്പോൾ ആ ഗ്രന്ഥം പഠിച്ചിട്ടേ ചെയ്യാവൂ എന്ന് എനിക്കൊരു ദൃഢനിശ്ചയമുണ്ട്. ഭഗവാൻ കുറെ സാധിപ്പിക്കാറുണ്ട്. പക്ഷെ മത്സ്യപുരാണം ആരുടെയിലും ഇല്ല. പലരോടും ചോദിച്ചു. ഒടുവിൽ ഞാൻ നമ്മുടെ ദേവസ്വം ഗുരുവായൂരപ്പൻ്റെ ലൈബ്രറിയിൽ തന്നെ പോയി ആ കാറ്റലോഗും മറ്റും എല്ലാം ഒരുപാട് നോക്കി കഴിഞ്ഞപ്പോൾ ഒരു ഇംഗ്ലീഷ് സാൻസ്ക്രിറ്റ് വെർഷൻ ഉണ്ട്, കുഴപ്പമില്ല. അത് തപ്പിപ്പിടിച്ചെടുത്ത് ഒരുപാട് പൊടിയൊക്കെ പിടിച്ച് അതൊരു മാസ്കൊക്കെ ഇട്ട് തട്ടിക്കുടഞ്ഞ്. അന്ന് ലൈബ്രറിയൻ എൻ്റെ സുഹൃത്ത് ഷാജൻ ആയിരുന്നു, ദേവസ്വം ലൈബ്രറിയൻ. അങ്ങനെ ആ പുസ്തകം കിട്ടി. അന്ന് ബാച്ചിലേഴ്സ് ക്വാർട്ടേഴ്സിലാണ് താമസിക്കണേ. അത് കൊണ്ട് ചെല്ലലും പിന്നെ വായന തന്നെയായിരുന്നു. അങ്ങനെ വായിച്ച് ഒരു വിധം ധാരണയായി. ഭഗവാന്റെ മത്സ്യാവതാരം. അപ്പോൾ അത് വിസ്തരിച്ച് പറയേണ്ട കഥ, അതുകൊണ്ട് നമുക്ക് ഇതിനോടൊപ്പം പറയുന്നില്ല. ഇതിലുണ്ടായൊരു കാര്യം, പ്രധാനപ്പെട്ട കാര്യത്തിലേക്കാണ് നമ്മൾ കടക്കണത്. രാജാവിൻ്റെ തോണിയുമായിട്ടൊക്കെ ആ മത്സ്യം സഞ്ചരിക്കുന്നതും കരയിലെത്തിക്കുന്നതും, ആ മത്സ്യത്തിന് അതിനു മുമ്പ് രാജാവിന് ഒരു ചെറിയ മത്സ്യമായിട്ട് കിട്ടുന്നതും, അത് പിറ്റേ ദിവസം ആ പാത്രം നിറയുന്നതും, അങ്ങനെ അത് കുളത്തിൽ കൊണ്ടാക്കുന്നതും, ആ കുളം നിറഞ്ഞ് ആ മത്സ്യം വലുതാവുന്നതും, നദിയിൽ കൊണ്ടാക്കുന്നതും, അവസാനം സമുദ്രത്തിൽ കൊണ്ടാക്കുന്നതും, അങ്ങനെ അത് മത്സ്യസ്വരൂപമാണ് എന്നുള്ള ആ ഒരു കഥയാണ്. അതിൽ വേദം വീണ്ടെടുക്കാനായിട്ട് ഭഗവാൻ മത്സ്യാവതാരം ഈ മൂർത്തി തന്നെയാണ് പ്രത്യക്ഷമാവുന്നത്. അപ്പോൾ ആ കഥയൊക്കെ നമുക്ക് വിസ്തരിച്ച് സന്ദർഭാനുസൃതമായിട്ട് പറയാം. ഇവിടെ ഇപ്പോൾ ഈ മത്സ്യാവതാരം ഞാൻ ആദ്യമായിട്ടാണ് പറയണത്. ആദ്യമായിട്ട് പറയുമ്പോൾ കാര്യം
ഇന്നിപ്പോൾ 34 പ്രഭാഷണം. അത് പക്ഷേ ഇപ്പോഴും എനിക്ക് പ്രഭാഷണ വേദിയിൽ ആദ്യം ഇരുന്ന് കഴിഞ്ഞാൽ ഒരാന്തല അവിടുന്ന് പറയുന്നതിന് മുമ്പായിട്ട് പരിഭ്രമമുണ്ട് ഇപ്പോഴും. പിന്നെ ശാന്തവും. ഈ മത്സ്യാവതാരം അങ്ങനെ പറഞ്ഞു. അപ്പോഴും എനിക്ക് സംശയമാണ്, എങ്ങനെ ഉണ്ടായാവോ. അപ്പൊ പാലേലി തിരുമേനി ഭാഗവതാചാര്യൻ, അദ്ദേഹം ഈ സ്റ്റേജിന്റെ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിന്റെ പിന്നിലേക്ക് വന്നു. ഞാൻ വന്നപ്പോൾ സ്റ്റെപ്പ് ഇറങ്ങി ചെന്നു. അദ്ദേഹം വട്ടം അങ്ങനെ പിടിച്ചു തന്നെ. ഗംഭീരായ ആചാര്യ, ഞാൻ ഈ മത്സ്യപുരാണം ഇത്ര വിസ്തരിച്ച് ആദ്യമായിട്ട് കേൾക്കണത്, കേമായി. അദ്ദേഹം പറഞ്ഞപ്പോൾ ഒത്തിരി ആശ്വാസമായി. എങ്കിലും മനുഷ്യൻ സംശയാത്മാവല്ലേ. പിന്നെ നമുക്ക് പ്രധാനപ്പെട്ട ആളോട് ചോദിക്കണം. ഞാൻ അകത്തേക്ക് പോയി. അകത്തേക്ക് പോയിട്ട് സ്റ്റാഫായതുകൊണ്ട് നമുക്ക് ഇത്തിരി നേരം വേണമെങ്കിൽ ഒന്ന് കൂടുതൽ തൊഴാം. അതുപോലെ ചെങ്ങലയുടെ അപ്പോൾ ചെങ്ങല ഇട്ടുണ്ട്. അപ്പോൾ അതിനിങ്ങനെ കടത്തി വിടുമ്പോൾ ഏകാന്തം എന്നാ പറയാം. അപ്പോൾ ഏകാന്തം പോകുന്നതിൻ്റെ ഇപ്പുറത്ത് ആയിട്ട് നമുക്കിങ്ങനെ നിൽക്കാം. അപ്പം അങ്ങനെ ആൾക്കാർ വരി നിന്ന് പോകുന്നതിനായിട്ട് പറയുക ഏകാന്തം എന്നൊക്കെ ഞങ്ങളവിടെ സ്റ്റാഫ് പറയുക. അപ്പം അവിടെ നിന്നിട്ട് ഞാനിങ്ങനെ ഗുരുവായൂരപ്പനോട് അടുപ്പം കൊണ്ട് ഞാൻ ഒറ്റ കാര്യമേ ചോദിച്ചുള്ളൂ, എങ്ങനെ ഉണ്ടായിരുന്നുടോ? അങ്ങനെയൊക്കെ ചോദിക്കാമോ എന്ന് എനിക്കറിയില്ല. സപതി സഖിപജേ നിശമ്യ മധ്യേ രഥം നിവേശ്യ സ്ഥിതപതി പാർത്ഥ സഖേ രധർമ്മമാസ്തു. ഭഗവാനോട് നമുക്കെപ്പോഴും എന്താ പറയാന്ന് എനിക്ക് അദ്ദേഹം സജീവമായിട്ടാണ്. ഞാൻ അഹങ്കാരം പറയല്ല കേട്ടോ. ഹേ കൃഷ്ണ, ഹേ യാദവ, ഹേ സഖേതി, ഒരു കൂട്ടുകാരനായിട്ടാണ്. അതുണ്ടല്ലോ, ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം. ആ കൂട്ടുകാരനായിട്ട് കാണാന്നുള്ള ഭാവത്തില് ഞാനിങ്ങനെ ചോദിച്ചു, എങ്ങനെ ഉണ്ടായിരുന്നുടോ എന്ന് മനസ്സിലാ ചോദിക്കണേ കേട്ടോ. ആ ചോദ്യം ചോദിച്ചു, പെട്ടെന്ന് അസലായിട്ടോ. എന്താ ഈ കേക്കണത്? അസലായിട്ടോ എന്നുള്ള ആ മറുപടി കേട്ടിട്ട് ഞാൻ വേഗം ശ്രീകോവിലിൽ നിന്ന് ഭഗവാന്റെ ഈ ഇടത്ത് ഭാഗത്താണ് ഇത് കേൾക്കണത്. ഞാൻ ഇപ്പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞപ്പോ നമ്മളുടെ തൊഴുതട്ട് നമ്മൾ ഇപ്പുറത്തേക്ക് കിടക്കുമ്പോൾ നമ്മളുടെ തടപ്പള്ളി ഒക്കെ അറിയാലോ. ആ തടപ്പള്ളി ആ ഒരു സ്റ്റെപ്പ് ഉണ്ട്, ഉയർന്ന ഒരു തറ, പടക്കളം എന്നൊക്കെ പറയാം അതിന് ക്ഷേത്ര ഭാഷയിൽ. അപ്പൊ അവിടേക്ക് എത്തണ്ട, അതിന് മുമ്പായിട്ട് ഒരു ചെറിയ ഉണ്ണി അസലായിട്ടോ എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഞാൻ എന്നോട് ഗുരുവായൂരപ്പൻ പറയാന്ന് ഞാൻ വിചാരിക്കണതേ. നോക്കിയപ്പോ ആ ഉണ്ണി പറയണത് അദ്ദേഹത്തിന്റെ ചേച്ചിയോടാ. ഈ ചേച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചേച്ചിക്കും പ്രത്യേക ഒരു ചുമന്ന പട്ട് പാവാടയും അങ്ങനെ ഒരു ചാക്ക് ഇത് ഇട്ടേക്കണത്. ആ രണ്ടുപേരും വലിയ, ഈ ഉണ്ണിക്കൊരു 6-7 വയസ്സ് അത്ര ഉണ്ടാവും, ചേച്ചിക്കൊരു 10 വയസ്സ് അത്രയൊക്കെ ഉള്ളൂ. ചേച്ചി ഇത്തിരി തടിയുണ്ട്, ഈ ഉണ്ണിയുടെ അത്ര നിറല്ല. അപ്പൊ എനിക്ക് ചേച്ചിയെ കാണാൻ പറ്റും. പക്ഷെ ചേച്ചിയുടെ മുടി ഇങ്ങനെ ചുരുണ്ട്, അതിപ്പോഴും എനിക്ക് അത് എന്താ പറയാ, തിരമാലകൾ പോലെ എന്നൊക്കെ കവികൾ പറയില്ലേ, അതുപോലെ തിരമാല പോലെ ഇങ്ങനെ ആ മുടി കറുത്ത്. ഇപ്പോഴെനിക്ക് തോന്നണേ ആ കറുപ്പ് മാത്രമല്ല, ഒരു നീലിമ കൂടി ആ മുടിക്കുണ്ടായിരുന്നു. ആ ഉണ്ണി ഈ ചേച്ചിയോട് പറയാണ് അസലായിട്ടോ എന്ന് പറയുന്ന ആ ഉണ്ണിയിലേക്ക് നോക്കുമ്പോ ഉണ്ണി വേറെന്തൊക്കെയോ ചേച്ചിയോട് സംസാരിക്കുന്നുണ്ടെങ്കിലും ആ കണ്ണ്, ആ എന്താ പറയാ, താമര ഇതള് പോലെ നീണ്ടു വിടർന്നതായിരിക്കുന്ന ആ കണ്ണ് എൻ്റെ നേർക്കൊന്ന് ഒരു കുസൃതിയോടെ നീണ്ടോ എന്നൊരു സംശയം ഉണ്ടായിരിക്കും ഇപ്പോഴും. എന്തായാലും എനിക്ക് ചോദ്യത്തിന് കൃത്യ ഉത്തരം കിട്ടി. വീണ്ടും ഞാൻ ശ്രീകോവിലേക്ക് നോക്കുമ്പോൾ അവിടെ ശ്രീകോവിലില്ല, അവിടെ നടന്നു പോകുന്ന ഭക്തജനങ്ങളില്ല, അവിടെ തടപ്പള്ളി ഇല്ല, ആ പടനില. എന്താ ആ സമയത്ത് ഞാൻ ആ രണ്ടുപേരെയും കാണുന്ന സമയത്ത് അവര് രണ്ടുപേരും ഉള്ളൂ. മണ്ഡപമില്ല, മുഖമണ്ഡപമില്ല, ക്ഷേത്രമില്ല. പെട്ടെന്ന് ഈ എന്താ അതിന്
എങ്ങനെ അത് വിസ്തരിക്കാന്ന് എനിക്കറിയില്ല. ഒരുപാട് വിവിധ വർണ്ണങ്ങളിലുള്ള പ്രകാശങ്ങൾ കൂടിക്കലർന്നിട്ട്, എന്താണ് ആറ്റോമിക് ഫിഷൻ എന്നോ ഫ്യൂഷൻ എന്നോ ഒക്കെ വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ എൻ്റെ മനസ്സിന്റെ വിഭ്രാന്തിയാവാം. പെട്ടെന്ന് അവിടെ ആ ക്ഷേത്രം രൂപീകൃതമായി. വീണ്ടും ആ ക്ഷേത്രം, ഇതിപ്പോ ഞാൻ അധികം പേരോടൊന്നും പറഞ്ഞിട്ടില്ല. കൂട്ടുകാരൻ ഇങ്ങനെ സൂരജ് ഇങ്ങനെ പറഞ്ഞപ്പോ ഇങ്ങനെ പറയണത് ഈ കാര്യങ്ങള്. ക്ഷേത്രം അവിടെ ഞാൻ പിന്നെ കാണുന്നു. വീണ്ടും ഞാൻ ആ കുട്ടിയും ചേച്ചിയും ആ ഉണ്ണിയും നോക്കി അവരെ കാണാനില്ല. ഓട്ടന്നെ എനിക്ക് മനസ്സിലായി അവർ ഗണപതിയുടെ അവിടെ എത്തിണ്ടാവും. ഞാൻ ഗണപതിയുടെ അവിടേക്ക് ഓടി. ഞാൻ അങ്ങനെ പ്രദക്ഷിണം വയ്ക്കുക. പിന്നെ വീണ്ടും ഞാൻ അവിടെ തിരുമേനി പ്രസാദം കൊടുക്കുന്നിടത്ത് അവിടെ ഇല്ല. ഞാൻ പുറത്തേക്ക് ഓടും. പക്ഷെ അത്രയ്ക്കും സമയമായിട്ടില്ല. ഈ ചേച്ചി അനിയനെയും എനിക്ക് കാണാൻ പറ്റിയില്ല. പിന്നെ ഇതിലും ഗൗരവമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇന്നത്തേക്ക് ഇത്രയാവാം. ഇതിപ്പോ ഞാൻ പറയുന്നല്ലോ, ഇത് മായാമാത്രമിതം ദ്വൈതം, മനസ്സിന്റെ ഭ്രാന്തികളെന്ന് സൈക്കോളജിസ്റ്റുകൾക്ക് പറയാം, ഭഗവാന്റെ ദർശനം എന്ന് ഭക്തന്മാർക്ക് പറയാം. ഇതെല്ലാം തന്നെ അടിസ്ഥാന ബോധത്തിൽ തോന്നുന്നതാണെന്ന് വേദാന്തികൾ പറയുന്നു. പക്ഷെ ഒരു കാര്യമുണ്ട്, പ്രായോഗിക ജീവിതത്തിൽ വിജയത്തിന് കുറവൊന്നും ഉണ്ടായിട്ടില്ല. കാരണം ഓരോ ദർശനങ്ങൾ വരും തോറും ഭഗവാൻ ഉള്ളിലുള്ള ആനന്ദവും വർദ്ധിക്കുന്നുണ്ട്. പ്രഭാഷണങ്ങൾക്ക് 10-21 പുരസ്കാരം, രേവതി പട്ടത്താനമടക്കം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ജീവിത വിജയത്തിന് ഇത്തരം അടുപ്പങ്ങളും ദർശനങ്ങളും നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. സജ്ജനങ്ങളായ ഭക്തന്മാർക്കും അങ്ങനെ തന്നെ. വീണ്ടും നമുക്ക് ഭഗവാന്റെ അനുഭവങ്ങളുമായിട്ട് ഒത്തുചേരാം. ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഹരി ഓം നാരായണ.